അത് പറഞ്ഞില്ലേ, അനാവശ്യമായിട്ട് പറയാൻ പാടില്ല. നിങ്ങളെ പണി ഇതാണ്. നിങ്ങൾ എന്തിനാ കുറേ ആളിങ്ങനെ പുറപ്പെട്ടിട്ടുള്ളത്? ഞാൻ സച്ചിദാനന്ദൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ സച്ചിദാനന്ദൻ അല്ലാതെ അവരുണ്ടല്ലോ ഇന്ന് രാവിലത്തെ മലയാള മനോരമയിൽ ഞാൻ വായിച്ചപ്പോൾ. എന്താ അത് ചോദിക്കാതെ ആ പേര്? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചോദിച്ചാൽ ആവശ്യമുള്ള മറുപടി കിട്ടുള്ളൂ. അവർ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരെ ആഗ്രഹം. ആ നന്നാക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇവരുടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പോരെ? അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അതായത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രവണതയെ സംബന്ധിച്ച് ഓരോ പാർട്ടിക്കാർ അവരുടേതായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും കാണേണ്ടിയുള്ളൂ. ഇന്നലെ വരെ നിങ്ങൾ വിടുന്നല്ലേ പറഞ്ഞത്? ഇന്ന് മാറ്റിയല്ലോ. അതന്നെ കാര്യം. ഇന്നലെ വരെ പറഞ്ഞത് വിട്ടു എന്നാണ്. ഇന്നലെ പറഞ്ഞു ഇല്ല വിട്ടില്ല. ഇപ്പം പറഞ്ഞു വിട്ടില്ല. അതിന് മുമ്പ് മാണി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു മാണി വിട്ടില്ല. നിങ്ങളിങ്ങനെ പല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം കള്ള പ്രചാരവേല. ആ കള്ള പ്രചാരവേലക്കൊന്നും പിറകെ ഞങ്ങളില്ല. നിങ്ങൾ അങ്ങനെ കൊടുത്തോ, എന്ത് വേണമെങ്കിലും കൊടുത്തോ, ഞങ്ങൾക്കത് പ്രശ്നമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയില്ല. എന്തിനു വേണ്ടേ ഉറപ്പ് കൊടുക്കാൻ? ഇടതുപക്ഷ ജനാധിപത്യത്തിന് സീറ്റ് ചർച്ച ചെയ്ത് തുടങ്ങിയില്ല. അല്ല, ഞങ്ങൾ സീറ്റ് ചർച്ച തുടങ്ങിയില്ല ഇതുവരെ. പിന്നെ വെറുതെ അതിനെപ്പറ്റി വേറെ വർത്തമാനം പറഞ്ഞായിരുന്നത്. അല്ല, തെറ്റുണ്ടോ പറഞ്ഞത്? ശുദ്ധ കളവാണെന്ന് ഇന്നത്തെ പത്രത്തിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. 79 ആളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നിട്ടുണ്ട് പത്രത്തിൽ. അതുകൊണ്ട് ഒരാളെ നിശ്ചയിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾ കൊടുത്ത വാർത്ത തെറ്റി, അല്ലാണ്ട് ഗവൺമെൻറ് നിലപാടല്ല. ശുദ്ധ അസംബന്ധം കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ അതിനെപ്പറ്റി മുണ്ടൂല. അത് അവിടെ അവസാനിച്ചു. കാരണം ആരെങ്കിലും വിശ്വസിച്ചോട്ടെന്ന് വിചാരിച്ചില്ല പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത്. നോക്കാം നമുക്ക്. എല്ലാവർക്കും മതിയായ പ്രാതിനിധ്യത്തോടുകൂടിയല്ലേ ഞങ്ങൾ അടുത്ത വർഷം കൂടി മുന്നോട്ട് പോവാം. അതിനൊക്കെ എന്തിനാ തർക്കം? എല്ലാവർക്കും കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് അടുത്ത വർഷം ജനാധിപത്യത്തിന് വേണ്ടി മുന്നോട്ടേക്ക് പോകുന്നത്. മുമ്പ് അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെയാണ്. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അത് പറഞ്ഞില്ലേ, അനാവശ്യമായിട്ട് പറയാൻ പാടില്ല. നിങ്ങളെ പണി ഇതാണ്. നിങ്ങൾ എന്തിനാ കുറേ ആളിങ്ങനെ പുറപ്പെട്ടിട്ടുള്ളത്? ഞാൻ സച്ചിദാനന്ദൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ സച്ചിദാനന്ദൻ അല്ലാതെ അവരുണ്ടല്ലോ ഇന്ന് രാവിലത്തെ മലയാള മനോരമയിൽ ഞാൻ വായിച്ചപ്പോൾ. എന്താ അത് ചോദിക്കാതെ ആ പേര്? എന്നാൽ പിന്നെ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചോദിച്ചാൽ ആവശ്യമുള്ള മറുപടി കിട്ടുള്ളൂ. ആര്? അവർ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരെ ആഗ്രഹം. ആ നന്നാക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇവരുടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പോരെ? അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. വേറെ ആരും പരാമർശം നടത്തിയില്ലേ? RS എന്തെല്ലാം പരാമർശം നടത്തിയിട്ടുണ്ട്? അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ല, യോജിക്കുന്നില്ല. ഒരു പരാമർശത്തോടും, വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ദേശാഭിമാനി കണ്ടാലേ നോക്കൂല, പിന്നെ എവിടെ അവന് മനസ്സിലാവും? ഞങ്ങൾ പറഞ്ഞ അജയേ വരുള്ളൂ, നിങ്ങളൊന്നും കൊടുക്കുകയും ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയാൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ആലോചിക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ കുത്താനൊരു പോയിന്റ് കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യവും ഉത്തരവും കൊടുക്കലല്ലോ. മാറ്റണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ? അല്ല, നിങ്ങളുടെ അഭിപ്രായം പറ, നോക്കാം നമുക്ക്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങൾ പറ. മാറ്റണോ? നിങ്ങളല്ലേ ആ ഡിമാൻഡ് വെച്ചത്? നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായം പറ. തെറ്റ് തന്നെയാണ്. പരാമർശം മുഴുവൻ തെറ്റാണെന്നല്ല പറഞ്ഞത്. ഈ നവോത്ഥാന നായകർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആര് പറയുന്നതിനും നമ്മൾ സ്വാഗതമാണ്. എന്നാൽ അതിൻ്റെ മറവിൽ വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഇതാണ് അന്നേ പറഞ്ഞത്, ഇന്നും അത് തന്നെയാണ് പറയുന്നത്. ഒരു വ്യത്യാസമില്ല. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. പക്ഷേ ഞാനത് പാലക്കാടേക്ക് വെച്ചതാണ് പോയിന്റ്. മലപ്പുറക്കാരോട് ഈ കൃഷിൻ്റെയും അരിൻ്റെയും നെല്ലിൻ്റെയും ഒന്നും കാര്യം അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കൃഷിയുണ്ട്, എന്നാൽ അത്രത്തോളം ഇല്ല. അത് പാലക്കാടാണ് പ്രധാനമായിട്ട് വരുന്നത്. കേരളം നെല്ലിന് നൽകുന്ന അധിക
പ്രോത്സാഹന ബോണസ് നിർത്തിവെക്കണം എന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയുള്ളതായി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് വന്നിട്ടുള്ളത്. ഈ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണ്. താങ്ങുവിലക്ക് മുകളിൽ കേരളം ബോണസ് നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. സംസ്ഥാന സർക്കാർ കിലോക്ക് 6 രൂപ 31 പൈസയാണ് അധികമായി നൽകുന്നത്. ഇത് കർഷകർക്കുള്ള വലിയ പിന്തുണയാണ്.